റീ റിലീസ് ട്രെൻഡിൽ മലയാളത്തിൽ തുടർച്ചയായി തിയേറ്ററിലെത്തിയ മമ്മൂട്ടി ചിത്രത്തിന് ആളില്ല. IV ശശി സംവിധാനം ചെയ്ത് 1986 ഇറങ്ങിയ ആവനാഴി എന്ന ചിത്രമാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. മമ്മൂട്ടി CI ബൽറാം എന്ന കൾട്ട് കഥാപാത്രമായി എത്തിയ ചിത്രം നീണ്ട 38 വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും തിയേറ്ററുകളിലെത്തുന്നത്. ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ രചന T. ദാമോദരനാണ്. സാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സാജനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആവനാഴിയുടെ റീ റിലീസ് പലയിടത്തും മുടങ്ങി. ചിത്രത്തിന്റെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോകാതായതോടെയാണ് പലയിടങ്ങളിലും ഷോ ക്യാൻസൽ ആയത്. റീ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള പ്രൊമോഷനും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും വിമർശനമുണ്ട്. ഇതോടെ പാലേരി മാണിക്യത്തിനും വല്യേട്ടനും ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു റീ റിലീസ് പരാജയമാവുകയാണ് ആവനാഴി. നേരത്തെ മമ്മൂട്ടി സിനിമകളായ പാലേരി മാണിക്യവും വല്യേട്ടനും റീ റിലീസ് ചെയ്തിരുന്നുവെങ്കിലും തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചത്. മമ്മൂട്ടിയുടെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ താരതമ്യേന മെച്ചപ്പെട്ട പ്രൊമോഷനുമായി എത്തിയ വല്യേട്ടൻ നേരിയ നേട്ടമുണ്ടാക്കി എങ്കിലും 1 കോടിയിൽ താഴെ മാത്രമായിരുന്നു വല്യേട്ടൻ റീ റിലീസിൽ നേടിയതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മമ്മൂട്ടിയുടേതായി റിലീസ് കാത്തിരിക്കുന്ന മറ്റു ചിത്രങ്ങളാണ് ഗൗതം വാസുദേവമേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസൂക്ക, മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മൾട്ടി സ്റ്റാർ ചിത്രം എന്നിവയാണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം റിലീസ് കാത്തിരിക്കുന്ന മറ്റ് മലയാള ചിത്രങ്ങൾ.